KSRTCയെ കട്ടപ്പുറത്ത് കയറ്റിയിരിക്കുകയാണ് UDF സർക്കാർ. ഓണക്കാലം ഇങ്ങെത്തിയപ്പോൾ സർവീസ് നടത്താൻ KSRTCക്ക് ഇപ്പോൾ സ്വന്തം ബസ്സുകളില്ല. കാരണം പല ബസ്സുകളും കട്ടപ്പുറത്താണ്. വാടക വണ്ടി തേടിയുള്ള നെട്ടോട്ടത്തിലാണിപ്പോൾ KSRTC. ഇങ്ങനെ KSRTC കട്ടപ്പുറത്തായ മറ്റൊരു കാലമുണ്ടായിരുന്നു. അതും 10 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് തള്ളു 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 തള്ളാസുവണ്ടി എന്ന് പറഞ്ഞ് വഴിയിൽ കിടക്കുന്ന KSRTC ബസ്സുകൾ നാട്ടുകാർ തള്ളുന്നത് ഒരു സ്വാഭാവിക കാഴ്ചയായിരുന്നു. വരുമാനമുള്ള KSRTC ബസ്സുകൾ പോലും അറ്റകുറ്റപ്പണി നടത്തുന്നില്ല. സ്വന്തം വണ്ടികൾ ഷെഡിൽ കിടക്കുമ്പോഴാണ് ബസ്സുകൾ വാടകയ്ക്ക് എടുക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. തിരുവനന്തപുരത്തെ കണിയാപുരം ഡിപ്പോയിലെ ബംഗളൂരു ഗജരാജ സർവീസിലെ ഒരു ബസ് അപകടത്തിൽപ്പെട്ട് 6 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും തിരികെ സർവീസിനെത്തിച്ചിട്ടില്ല. ആ ബസ് ഇപ്പോൾ ബംഗളൂരുവിലെ ഏതോ വർക്ക്ഷോപ്പിൽ വിശ്രമത്തിലാണെന്ന് മാത്രം അറിയാം. റൂട്ടിലിപ്പോൾ ഓടിക്കാൻ ഒറ്റ ബസ് മാത്രമേയുള്ളൂ. എല്ലാ ദിവസവുമുള്ള സർവീസ് മുടങ്ങിയതോടെ 1 ലക്ഷം രൂപയിലധികം വരുമാനം ലഭിച്ചിരുന്ന റൂട്ടിലെ സ്ഥിരം യാത്രക്കാർ ബസ്സിനെ കൈവിടുകയും ചെയ്തു. മുൻ UDF സർക്കാർ KSRTCക്ക് വരുത്തിവെച്ച വൻ കടബാധ്യത കുറച്ച് KSRTCയെ കൈപിടിച്ചുയർത്തിയത് LDF സർക്കാർ ആയിരുന്നു. ചരിത്രത്തിലാദ്യമായി KSRTCയുടെ കടബാധ്യത കുറച്ചതും LDF സർക്കാർ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും KSRTCയെ നഷ്ടത്തിന്റെ കണക്കുകളിലേക്ക് കൂപ്പുകുത്തിച്ച് കട്ടപ്പുറത്താക്കാനുള്ള ശ്രമമാണ് UDF സർക്കാർ നടത്തുന്നത്. വരുമാനമുള്ള വോൾവോ ബസ്സുകളടക്കം നന്നാക്കാനാകാതെ ഷെഡിൽ കയറ്റിയിട്ട് പുതിയ ബസ് വാങ്ങാനെന്ന പേരിൽ ജർമ്മൻ ബാങ്കായ KfWവിൽ നിന്ന് 14,000 കോടിയുടെ പുതിയ വായ്പയെടുക്കാൻ ഒരുങ്ങുകയാണ് UDF സർക്കാർ. KSRTCയെ കൂടുതൽ ബാധ്യതയിലേക്കായിരിക്കും ഇത് തള്ളിവിടുക. KSRTC ഓർഡിനറി സൗജന്യ യാത്രയുടെ ബാധ്യതയടക്കം പരിഹരിക്കാനാകാതെ കമ്മീഷൻ ലക്ഷ്യമിട്ടുള്ള നടപടിയും വിമർശനം രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഡിജിറ്റൽ ഡെസ്ക്, കൈരളി ന്യൂസ്.